വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗിങ് ട്രൈ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വോയിസ് ഓവർ കൊടുത്ത് കുറെ വീഡിയോസ് ഒക്കെ ചെയ്യുമെങ്കിലും അതിന്റെ പുറകെ ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്യും. ലൈക്ക് എന്ത് പറഞ്ഞാലാണ് ആൾക്കാർ കുറച്ചും കൂടെ എൻഗേജ് ആയിട്ട് ഇരിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അപ്പൊ അറിയില്ല ഹൗ ഇറ്റ് ഗോസ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി സ്ട്രോബെറി പിക്കിംഗ് ആണ്. ആക്ച്വലി ഇവിടെ ഒരു 20 minutes away നമുക്കൊരു പിക്കിംഗ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതായത് ഒരു ഫാം. അപ്പൊ നമ്മൾ എല്ലാ വർഷവും അവിടെ പോകാറുള്ളതാണ്. കഴിഞ്ഞ വീക്കെൻഡിൽ പോകാനായിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെറുതൊരു കാറ്റും മഴക്കോളൊക്കെ ഉള്ളായിരുന്നു. നമ്മളത് പിന്നെ ഡ്രോപ്പ് ചെയ്തു. നെക്സ്റ്റ് വീക്കെൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയാ, കാനഡയിൽ വില എല്ലാം ടെമ്പററി ആണെങ്കിലും സമ്മർ ടൈമിലുള്ള മഴ, അത് പ്രത്യേകിച്ച് വീക്കെൻഡ്സിലുള്ള മഴ അത്യാവശ്യം പെർമനന്റ് ആണ്. അപ്പം ഈ വീക്കെൻഡ് പോകാൻ വേണ്ടി ഞാൻ അവിടെ വിളിച്ചു നോക്കി. അപ്പൊ അവർ പിക്കിംഗ് ക്ലോസ് ചെയ്തു. അവർക്ക് വെനസ്ഡേ മാത്രമേ, വെനസ്ഡേ ആണ് അവരുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇന്നിപ്പോ ഫ്രൈഡേ ആയി. അപ്പൊ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അങ്ങനെ ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ കിട്ടിയ ബ്രേക്കിന്റെ ഇടയിൽ ഞാൻ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നെറ്റിൽ നോക്കി വിളിച്ചു നോക്കി. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്താ പറയാ, വൈകിട്ട് 8 മണി വരെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ സ്ട്രോബെറി മാത്രമല്ല, വേറെ എന്തോ ക്രാൻബെറി ബ്ലൂബെറി സംതിങ്, ഞാനത് ഓർക്കണില്ല. വിളിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു. അപ്പൊ വൈകിട്ട് 8 മണി വരെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിത് ലോങ് വീക്കെൻഡ് ആണ്. ഫ്രൈഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ വീട്ടിലെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒരു 45 minutes ഡ്രൈവ് ആവുള്ളേ. അപ്പം നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. അന്ന കൊച്ചും കൂടെ കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വെതറാണെങ്കിൽ മാത്രം പോയാൽ മതി എന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. അതുപോലെ തന്നെ ഒരുപാട് ചൂടും തണുപ്പും ഒന്നും ഇല്ലാണ്ട് നല്ല മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ. പിന്നെ സിറ്റി ത്രൂ അല്ല, കൺട്രി സൈഡ് റോഡ് വഴിയാണ് പോയതുകൊണ്ട് 40 minutes എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തേ. പിന്നെ കാറിൽ കയറിയാൽ തന്നെ അപ്പം തന്നെ അവളെ ഉറക്കം പിടിക്കും. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവർ ഓൾറെഡി പിക്ക് ചെയ്ത് വെച്ചാൽ കുറേ ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് പോരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ഈ പിക്കയിലായതുകൊണ്ട് നമുക്ക് പറ്റിയ 2 ബാസ്ക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വന്നു. ആ ടൈം ആയപ്പോഴേക്കും ബേക്കി അവളെ കാറിൽ നിന്ന് എടുത്തിട്ട് സ്ട്രോളറിലെത്തി. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിക്കിങ്ങിനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രോബെറി മാത്രമല്ല, റാസ്ബെറീസും ബ്ലൂബെറീസും ആപ്പിളും ഒക്കെ ഉണ്ട്. പക്ഷെ സമ്മർ ആയി കഴിഞ്ഞാൽ ബെറീസാണ് കേട്ടോ പിക്കിങ്. ഫോളിലാണ് ആപ്പിൾ പിക്കിങ് വരിക. ഞങ്ങൾ ആദ്യം തന്നെ പോയത് റാസ്ബെറി ഫീൽഡിലേക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് റാസ്ബെറിയും ബ്ലൂബെറിയും ഒക്കെ പിക്ക് ചെയ്യുന്നത്. എല്ലാ വർഷവും സ്ട്രോബെറി പിക്കിങ്ങിന് മാത്രമാണ് പോയിട്ടുള്ളൂ. എൻ്റെ ഓവർനൈറ്റ് ഓട്സിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഐറ്റം. ചെറിയൊരു പുളി ഉള്ളതുകൊണ്ട് ബേക്കിക്ക് ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് അവിടെ നിന്ന് പിക്ക് ചെയ്ത് കഴിച്ചു എന്നല്ലാണ്ട് അത് ഒരുപാട് വീട്ടിലോട്ടൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫാമിൽ നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന പാടെ തന്നെ നമുക്ക് വേണ്ട സൈസിലുള്ള ഒരു ബാസ്ക്കറ്റ് നമ്മൾ മേടിക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അത്രയാണ് നമുക്ക് മേടിക്കാൻ പറ്റുക. പക്ഷേ ആ പ്ലേസിനെ വെച്ച് നോക്കുമ്പം എനിക്ക് ഇവിടെ എന്താ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ എൻട്രി ഫീസോ ബാസ്ക്കറ്റിന് ഫീയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തോരം പിക്ക് ചെയ്യുന്നോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് പൈസ. അപ്പം നമുക്കിപ്പോൾ റാസ്ബെറീസ് അധികം വേണ്ട, സ്ട്രോബെറീസ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പം നമുക്ക് റാസ്ബെറി ഫീൽഡ് വരാനും അത്യാവശ്യം കുറച്ചൊക്കെ കഴിച്ചു വെക്കാനും ഒക്കെ പറ്റി. ഓരോ ഫീൽഡ്സും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരവിടെ സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മഴ ആയിരുന്നുകൊണ്ട് നല്ല സ്ട്രോബെറീസ് നോക്കി പിക്ക് ചെയ്യൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് എൻജോയ് ചെയ്ത് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് മാത്രമല്ല, അവളെ സ്ട്രോളറിൽ നിന്ന് എടുക്കാനായിട്ട് അവൾ നല്ല കരച്ചിലും തുടങ്ങി. അവളും സ്ട്രോബെറി തീമിലുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബാസ്ക്കറ്റിലെ സ്ട്രോബെറി കണ്ടപ്പോൾ അവൾക്കും അത് കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പല്ലില്ലാത്തതുകൊണ്ട് ഞങ്ങളത് അവൾക്ക് കൊടുക്കാനായിട്ട് നോക്കിയില്ല. ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി ഒന്ന് വായിൽ വെച്ച് നോക്കുമ്പോൾ അവളത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തത് ബ്ലൂബെറി ഫീൽഡിലേക്ക് പോയി. പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ ഈ പംകിൻ ഫീൽഡ് കണ്ടത്. പംകിൻസും ആപ്പിൾസും ആണ് ഇവിടുത്തെ ഫോളിലെ മെയിൻ പിക്കിംഗ് ഐറ്റം. ഒരുപാട് ഗുണമുണ്ടെന്ന് കേട്ടേക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ബ്ലൂബെറി. അങ്ങനെ അടുത്ത് നിന്നപ്പോഴാണെങ്കിൽ കുറേയൊക്കെ പഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത്യാവശ്യം പഴുത്തത് നോക്കി ഞങ്ങൾ പറിച്ചെടുത്തിട്ട് അതും കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ബാസ്ക്കറ്റിൽ നിറച്ചു. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എല്ലാ വർഷവും ഈ പിക്കിങ്ങിന് പോകുമ്പോൾ അതിലെന്ത് ഫൺ എലമെൻറ്റോ ഉള്ളതെന്ന്. ഫാമിലി ആയിട്ട് ഒരു ഡേ ഔട്ടിന് പറ്റിയൊരു സ്പോട്ടും ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം പോലും ഞങ്ങൾ ഇത് മിസ്സാക്കാറില്ല. അങ്ങനെ പിക്കിങ് മാത്രമല്ല ഇവിടെ ഉള്ളത്, അവരുടെ കുറേ ഫാമിലെ പ്രോഡക്ട്സും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. ഫ്രഷ് വെജിറ്റബിൾസും ഫ്ലവേഴ്സും അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പ്, ഇതൊക്കെ അവരുടെ സ്റ്റോറിൽ നമുക്ക് മേടിക്കാനായിട്ട് അവൈലബിൾ ആണ്. അങ്ങനെ 2-3 hours ഒക്കെ അവിടെ കറങ്ങി കിടന്ന് എൻജോയ് ചെയ്ത് പിക്ക് ചെയ്ത സ്ട്രോബെറിക്കുള്ള ക്യാഷും കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി.